സാറേ ഇന്ന് പുതിയ പ്രിൻസിപ്പാൾ ചാർജ് എടുക്കല്ലേ? ഇനിയിപ്പോ വരുമായിരിക്കും. എല്ലാം സെറ്റ് ചെയ്തോ സാറേ? ചെയ്യുന്നേ ഉള്ളൂ. എനിക്കാണെങ്കിൽ കക്കൂസി പോവാൻ കുത്തിയിട്ട് വയ്യ. ടീച്ചർ, ഞാനാണ് ഈ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാൾ. അത് പിന്നെ ടീച്ചർ, ഒരു പ്രശ്നമുണ്ട്. 2001 മുതലുള്ള രജിസ്റ്റർ ഇവിടെ ഉണ്ടെങ്കിലും 2016 രജിസ്റ്റർ ഇപ്പൊ ഇല്ല. തള്ളക്ക് എന്തിനൊക്കെ അറിയണം? വാഷ്റൂം പോവാൻ മുട്ടിയിട്ട് വയ്യ. ആ രജിസ്റ്ററിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ചരിത്രം തന്നെ പറയേണ്ടി വരും. ടീച്ചർ ബിസിയല്ലേ? പിന്നീട് ഒരു ദിവസം പറയാം. അതിനാദ്യം ടീച്ചർ അവനെ പറ്റി അറിയണം. ഡിക്രൂ. 2001 ജൂൺ 1 ഈ സ്കൂളുമുണ്ടായി, അവനുമുണ്ടായി. 2016 +1 അഡ്മിഷൻ ഒന്നും കിട്ടാതെ തെണ്ടി നടന്നു ലേറ്റ് അഡ്മിഷനായി ഇവിടെ എത്തി. അവന്റെ കാലിന്റെ സൈസ് 7 ആയിരുന്നെങ്കിലും അവന്റെ ഷൂവിന്റെ സൈസ് 10 ആയിരുന്നു. യെസ് ടീച്ചർ. കൂടെ പേരൻസ് ആരും വന്നില്ലേ? പേരൻസ് അമ്മ അന്ന് ഈ സ്കൂളിലെ ക്ലാസുകൾ ഭരിച്ചത് കൊമേഴ്സ് ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. അങ്ങനെ അവൻ ഇവിടെ എത്തി. ഇവനാണോ നീ പറഞ്ഞേ? ഇതേതോ ചീള ചെറുക്ക്. നീ സാധനം എടുക്ക്. നീ പവർ കൂടിയ ഗുണ്ടതാ. ടീച്ചർ, ഈ ക്ലാസ്സിൽ ബെഞ്ച് റൊട്ടേഷൻ ഇല്ലേ? ബെഞ്ച് റൊട്ടേഷൻ. അടുത്ത ക്ലാസ് അവനാണ് നമ്മുടെ ബാക്കിൽ. നല്ല അടി കിട്ടുമായിരിക്കും അല്ലേ? നീ എന്തിനു പേടിക്കണേ? അവ അടിച്ചാ നമ്മൾ അവനെ പിടിച്ച് ഇടിക്കും. എന്നാലും ആ നോക്ക. What does spring mean to me? It means light, newness, freshness, excitement. எனக்கு சமையல் ஒரு சயின்ஸ். என்னை பொறுத்த வரைக்கும் சமையல் ஒரு கலை. Cooking, அது காதல். എന്നാലും ആ നോക്കാം. അങ്ങനെ എല്ലാരും കാത്തിരുന്ന ആ ദിവസമെത്തും. ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചേഴ്സായ ടോണിയുടെയും ബോണിയുടെയും ബാക്ക് ബെഞ്ചറായി ഡിക്രു എത്തി. പക്ഷേ ഡിക്രുവിന് അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾ റബ്ബർ ബാൻഡ് എടുക്കും, നമുക്ക് തിരിച്ചടിക്കാം. ഞാൻ ഒന്നുമില്ല, എനിക്ക് അവന്റെ നടിവാണ്. നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കാതെ. തോറ്റുപോയി. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാവില്ല. അതിന് തീപ്പൊരി വേണം. അയ്യേ, ബെഞ്ച് റൊട്ടേഷൻ ഒക്കെ ചോദിച്ചു വാങ്ങി ബാക്കി ഇരുന്നിട്ട് എന്തിനാ നിനക്ക് അടിക്കണ്ടേ? പേടിച്ചു പോയോ നീ? ഈ ക്ലാസ്സിലെ ഡോണാടാ ഞാൻ. അന്ന് കാട്ടുതീ പടർന്നു. ആ ഡിക്രോടെ പോയി, അവനെ കാണാനില്ലല്ലോ. കണ്ട, ഡിക്രു നമ്മളെ പേടിച്ചു പോയി. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവ ഏതോ ചീള് ചെറുക്കനെന്ന്. അവന് മുള്ളാൻ പോയതായിരുന്നു.
ടോണിയെയും ബോണിയെയും നേരിടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൻ സ്കൂളിലെത്തി. ദാ ടോണി, ബോണി, എന്താടാ ചീട് ചെറുക്ക, ഒറ്റയ്ക്ക് വന്നോ നീ? ഇതെങ്ങനെ സംഭവിച്ചു? ആ ബാക്കി രണ്ടുപേർ എങ്ങനെ ഡിക്കുമായിട്ട് ഫ്രണ്ട്സായി? അമ്മ, ക്ലാസ്സിലെ പിള്ളേരാരും എന്റെ അടുത്ത് നേരെ മിണ്ടുന്നില്ല. ഞാൻ ലേറ്റ് അഡ്മിഷനായി പോയോണ്ടായിരിക്കും അല്ലേ? അമ്മ, എനിക്ക് ഫ്രണ്ട്സ് വേണം. ഈ അമ്മ അല്ലെങ്കിലും ഇങ്ങനെ തന്നെ. ലോകത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല മക്കളെ. ഈ കിഴവൻ ചത്തില്ലേ? ചതിച്ചില്ലേന്നോ? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല മക്കളെ. അപ്പൂപ്പ, അതല്ല, ഒരു ഹെൽപ്പ് വേണം എനിക്ക്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കണം. ജ്യൂസ് ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ മക്കളെ. നീ യൂട്യൂബ് കണ്ടു നോക്ക്. അപ്പൂപ്പ, കൂട്ടുകാരെ വേണം എന്നാണ് പറഞ്ഞേ. ഓ, അതായിരുന്ന. അതിനൊരു വഴിയുണ്ട്. കഴിഞ്ഞ ദിവസം ഡിക്രു ഇന്റർവെല്ലിന് ലേറ്റായി ക്ലാസ്സിൽ കയറിയതിന് 2 റീസൺ ഉണ്ടായിരുന്നു. ഒന്ന്, അവൻ മുള്ളാൻ പോയി. 2, അതിനൊരു വഴിയുണ്ട്. നീ കൂടെയുള്ള പിള്ളേർക്ക് പോപ്പിൻസ് മുട്ടായി വാങ്ങി കൊടുക്കും മക്കളെ. yes, opens the bond between friends. കലാഷ്നിക്കോവ്. ഹേ ടോണി, ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ. ഞാൻ തല്ലിയ 10 പേരും ഡോണുകളായിരുന്നു. അയ്യോ ടീച്ചർ, violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. ഇനി ചെയ്യൂല ടീച്ചർ. അന്ന് ഡിക്രുവിനെ അവന്റെ ടീച്ചർ വാൺ ചെയ്തു വിട്ടു.